ചിത്രത്തിൽ എയും ബിയും സിയും മിഡ് പോയിന്റ്സ് ആണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ചിത്രത്തിൽ എയും ബിയും സിയും മിഡ് പോയിന്റ്സ് ആണെങ്കിൽ ഇവിടെയുള്ള നാല് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. എയും ബിയും സിയും മിഡ് പോയിന്റ്സ് ആണെങ്കിൽ, മധ്യബിന്ദുക്കളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ കാണുന്ന നാല് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഇവിടെയുള്ള ഒരു ട്രയാങ്കിളിന്റെ ഏരിയ 30 cm² ആണെന്ന് തന്നു വിചാരിക്കാം. ഓക്കെ, 30 cm² ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ മക്കളോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. 4 × 30, അതായത് 120 cm² ആയിരിക്കും. എത്രയാണ്? 120 cm². ഇനി ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, ഈ കാണുന്ന പാരലലോഗ്രാമിൻ്റെ ഏരിയ ചോദിക്കും. ഈ കാണുന്ന പാരലലോഗ്രാമിൻ്റെ ഏരിയ എത്രയായിരിക്കും പറയാൻ പറ്റുമോ? നോക്ക്, അതിനകത്ത് നമുക്കറിയാം, അതിനകത്ത് 2 ട്രയാങ്കിൾ ഉണ്ട്, ശരിയല്ലേ? ഒരുപോലത്തെ 2 ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ 30 ആണെങ്കിൽ 2 ട്രയാങ്കിളിൻ്റെ ഏരിയ 2 × 30, അതായത് 60 cm² ആണ്. എത്രയാണ്? 60 cm². പഠിച്ചു വെക്കണേ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറയുന്നത് ത്രികോണം ABC-യുടെ ചുറ്റളവ് എന്ന് പറയുന്നത് 18 cm ആണെന്ന് ചുമ്മാ വിചാരിച്ചോ. ഓക്കെ, ചെറുതിൻ്റെ ചുറ്റളവ് 18 ആണെങ്കിൽ വലുതിൻ്റെ ചുറ്റളവ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ പറഞ്ഞു കൊടുക്കണം അതിൻ്റെ ഡബിൾ. ഇവിടെയുള്ള വലിയ ട്രയാങ്കിൾ ഉണ്ടല്ലോ, വലിയ ട്രയാങ്കിളിൻ്റെ ചുറ്റളവ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിൾ എത്രയാ? 36 cm. അതാണ് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ PQR. ട്രയാങ്കിൾ PQRൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയാണ്? 36 cm ആണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ വളരെ ലളിതമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. QR-ൻ്റെ നീളം 10 cm ആണെങ്കിൽ AC എത്രയാണ്? ഓക്കെ, QR-ൻ്റെ നീളം 10 cm ആണെങ്കിൽ AC എത്രയാണെന്ന് കമൻറ്റ് ചെയ്യുക.